അസ്സലാമു അലൈക്കും. സാബീറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബീത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത പറയാൻ വേണ്ടി വന്നത്, ആൺകുട്ടികൾ ഒരുപാടുണ്ട് പെണ്ണ് കിട്ടാണ്ട് ഇങ്ങനെ നട്ടം തിരിയുന്നു. കാരണം ഞാൻ പുറത്ത് പോയാലും ഒരുപാട് ആൺകുട്ടികൾ എന്നോട് പറയുന്നുണ്ട്, സാബീത്ത നിങ്ങൾക്ക് അറിയുന്ന എവിടെയെങ്കിലും ഉണ്ടോ നല്ല പെൺകുട്ടികൾ ഞങ്ങൾക്ക് വേണേനോന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് പെണ്ണ് കിട്ടിയിട്ടുണ്ട്, ഇൻഷാ അല്ലാ. അതെന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലം ആണിനെ വിൽക്കല. ഇത് പെണ്ണ് വേണമല്ലോ, പെണ്ണിനെ ഞാൻ തരാം, ഇങ്ങോട്ട് വാ. പക്ഷെ ഇത് ഒന്ന് കാര്യങ്ങൾ പറയട്ടെ. പണ്ടത്തെ കാലം പെണ്ണ് കിട്ടാത്ത ആൺകുട്ടികളെ നിങ്ങൾ കേൾക്കണേ, ഇപ്പോഴത്തെ പെൺകുട്ടികളും കേൾക്കണം. രക്ഷിതാക്കൾ കേട്ടിട്ട് കാര്യമില്ല. അപ്പം പണ്ട് കിട്ടാത്ത എൻ്റെ മോനെ വിൽക്കല. പണ്ട് മക്കളെ വിൽക്കല ആൺകുട്ടികളെ. എൻ്റെ മോനെ തരണമെങ്കിൽ 50 പവൻ തരണം, 200 തെങ്ങ് തരണം, കാറ് തരണം, ബിൽഡിങ് തരണം, എന്നാലേ എൻ്റെ മോനെ തരുള്ളൂ എന്നും പറഞ്ഞ് പണ്ട് കാലം വിൽക്കലാണ്. പാവപ്പെട്ട ഞങ്ങൾക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ പാവപ്പെട്ടവൻ തന്നെ വരണം. ഒരു പൈസക്കാരൻ വന്നിട്ടൊന്നും ഞങ്ങളെ കെട്ടൂല. എന്നാൽ എന്ത് വേണം? പൈസക്കാരൻ വന്ന് പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൂട്ടി കൊണ്ടുപോയിട്ട് ആ പെണ്ണിനെ നന്നാക്കണ്ടേ, ആ കുടുംബത്തിനെ നന്നാക്കണ്ടേ? അതല്ലേ വേണ്ടിയത്? നിങ്ങൾ മനസ്സിലാക്കണേ. ചെറുപ്പക്കാർ കുട്ടികളെ, ആ കുട്ടികളെ, പെൺകുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ടോ രക്ഷിതാക്കളോട് പറഞ്ഞൊന്നും കാര്യമില്ല. നിങ്ങൾ ഇപ്പം വളർന്നു വരുന്ന പെൺകുട്ടികളല്ലേ, ആൺകുട്ടികളല്ലേ, നിങ്ങൾക്ക് പെണ്ണ് വേണം, ഇങ്ങോട്ടോ ഞാൻ തരാം, വാ ഇങ്ങോട്ട് വാ. അപ്പം പണ്ട് 50 തെങ്ങ് വേണം, 100 തെങ്ങ് വേണം, വിൽക്കല. ആൺകുട്ടികളെ വിൽക്കല. അങ്ങനത്തെ രക്ഷിതാക്കൾ ഇപ്പം കുത്തിരിഞ്ഞ് കരയുന്നു, എൻ്റെ മോന് പെണ്ണില്ല, എൻ്റെ മോക്ക് വിയാപ്പിളയില്ല. അതാ വിയാപ്പിണ്ണ കിട്ടാണ്ട്. നല്ല വിയാപ്പിണ്ണ കിട്ടും പെൺകുട്ടികളും ഒരുപാട് കുത്തിരിഞ്ഞ് കരയുന്നുണ്ട്. ഏത് ആൺകുട്ടീനെ എടുക്കേണ്ടത്? ഇന്നത്തെ കാലം കള്ള്, കഞ്ചാവ്, ബീഡി, മറ്റേത് മറിച്ചേത്, പീഡനം. ഭർത്താവിൻ്റെ ഉമ്മ പറയും പോലെയാണ് മക്കള് കേൾക്കുള്ളും, മോൻ കേൾക്കുള്ളും. എന്നിട്ട് എന്നോട് ഒരുപാട് ആൾ നേരിൽ പറഞ്ഞിട്ടുണ്ട്, സാബീത്ത നിങ്ങൾ പറയണേ ഒന്ന്. എന്ത് സാബീത്ത, ഞങ്ങളെ മാപ്പിളാണ്, ഞാളെ ഉമ്മയും പങ്ങന്മാരും പറയുന്നതേ കേൾക്കുന്നുള്ളൂ, ഞാള് പറയുന്ന ലെവലേഷൻ കേൾക്കുന്നില്ല. പിന്നെ ഈ പെൺകുട്ടികളെ കെട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് എന്തിനാ? എന്തിനാ ആൺകുട്ടികളെ നിങ്ങൾ കൊണ്ടുവരുന്നേ? നിങ്ങൾ ഉമ്മാക്ക് ജോലി ചെയ്ത് കൊടുക്കുവേനാ? അല്ലെങ്കിൽ നിങ്ങളെ പങ്ങന്മാരെ നോക്കുവേനാ? അല്ലെങ്കിൽ നിങ്ങളെ പൊന്നെ അവർക്ക് ഉപകാരത്തിന് എടുക്കുവേനാ? നിങ്ങളെ പെണ്ണിന്റെ ആവശ്യത്തിനല്ലേ കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് ഭാവി ജീവിതം വേണം. നിങ്ങളെ വയസ്സാകാലം നോക്കാൻ മക്കൾ വേണം. നിങ്ങളെല്ലാ പൂതിയും തീർക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പെണ്ണ് വേണം. അതല്ലേ ആഗ്രഹിക്കുന്നേ? അല്ലേ? അല്ലാണ്ട് ഉമ്മാക്ക് ആളില്ലേറ്റും പിന്നെ പങ്ങന്മാർക്ക് ആളില്ലേറ്റും അല്ലല്ലോ. പിന്നെ മരുമക്കളെ ഒരു സ്നേഹം കൊണ്ട് മരുമക്കൾ നിങ്ങളെ ഉമ്മാനെ നോക്കും, പങ്ങന്മാരെ നോക്കും. അതൊക്കെ നമ്മളെ കടമയാണ്. കടമ എന്നല്ല, നമ്മളൊരു സ്നേഹം കൊണ്ട് നമ്മൾ നോക്കുന്നതാണ്. അതിനെന്ത് വേണം? പെൺകുട്ടികൾ കയറി വന്ന ഉടനെ, ഇടക്കേറി വന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കയറി വന്ന ഉടനെ തന്നെ അമ്മായിയമ്മ സ്നേഹം കൊടുക്കണം. അമ്മായിയമ്മ സ്നേഹം കൊടുത്താലേ മരുമക്കൾക്ക് അത് ഭാവിയിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഞാൻ കുറെ പറഞ്ഞു, അതെടുക്കട്ടെ. ഇപ്പം ആ കുട്ടികളെ ഇങ്ങോട്ടോ, ഞാൻ വന്നിട്ടുണ്ട് മക്കളെ, നിങ്ങൾക്ക് വേണ്ടേ? ഇങ്ങോട്ട് വാ, പറഞ്ഞു തരാം. ഉടനെ കിട്ടും. ഒരുപാടാക്കി ഞാൻ പെണ്ണിനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ആ സേതനം നിർത്തിയത് നമ്മളെ മൈലാമാർ തന്നെയാണ്. എല്ലാത്തിനും മൈലാമാരെ കുറ്റം പറയാനും പറ്റൂല കേട്ടോ. കുറ്റമല്ല, കാര്യം പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഒരുപാട് മൈലാമാർ പറഞ്ഞത് കൊണ്ട് ഞാൻ സ്ത്രീധനം നിർത്തിയത്. ഇപ്പം വലിയ വശക്കാരൻ വന്ന് പാവപ്പെട്ടതിനെ കെട്ടിക്കുട്ടി കൊണ്ടുവന്നുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് എൻ്റെ മക്കളെ ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം സത്യമാണ്. നിങ്ങൾക്ക് നല്ലൊരു പെണ്ണിനെ വേണ്ടേ? പിന്നെ പെൺകുട്ടികളെ നിങ്ങളും കേട്ടോളി. നിങ്ങൾക്ക് കള്ളില്ല, കഞ്ചാവില്ല, കുടിയില്ല, നല്ല കുടുംബം നോക്കുന്ന, നിന്നെ നോക്കുന്ന പുയ്യാപ്പെണ്ണ വേണ്ടേ? ഈ പെണ്ണിനെ വേണ്ടി രക്ഷിതാക്കളും നോക്കിക്കോളി. ഈ പറയുന്നത് രക്ഷിതാക്കൾ കേൾക്കണേ. ആൺകുട്ടികളെ രക്ഷിതാക്കൾ കേൾക്കണേ, പെൺകുട്ടികളെ രക്ഷിതാക്കൾ കേൾക്കണേ. ഞാൻ എൻ്റെ മോൻ ഗൾഫിൽ പോയിട്ട് 2-3 കൊല്ലം കഴിഞ്ഞീനും. കാരണം ഓൻ വരുവാൻ 3 കൊല്ലമായിരിക്കും. ആദ്യം പോയി ഒരു കമ്പനിയിൽ ജോലി വിസ ഇതടിച്ച്, അന്ന് ശമ്പളം എല്ലാം കുറഞ്ഞതുകൊണ്ട് വേറെ കമ്പനിയിൽ കയറി. അപ്പം അവിടെ 2 കൊല്ലം നിന്ന്. അങ്ങനെയാണ് എൻ്റെ മോൻ വന്നത്. എൻ്റെ മോൻ 26 വയസ്സ് അപ്പോഴേക്ക് ആയത്. 26-ാം വയസ്സിൽ ആയിരുന്നു, പൂർത്തിയാവാനായിരുന്നു. അങ്ങനെ കുഞ്ഞുമക്കളെ, എൻ്റെ മോൻ വരുന്നതിൻ്റെ മുന്നേ
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇന്ന് പെൺകുട്ടികളെ കിട്ടാത്ത കാലഘട്ടത്തിൽ കൂടി വളർന്നു പോകുന്ന കാലഘട്ടമാണ്. ഞങ്ങൾക്ക് വലിയ സ്വത്തില്ല, മുതലില്ല, സാമ്പത്തികമില്ല. ഈ കാണുന്ന വീടും ഞങ്ങൾക്ക് ഈ പരിസരം മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നേ വലിയ പറമ്പലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആണുങ്ങൾ അങ്ങ് വിറ്റ് കളിക്കുക. അത് മറ്റു കാര്യമില്ല. അംബിഷ്യത്തിലേക്ക് നമ്മളിപ്പം കടക്കണ്ട. ഈ ഒരേ സ്ഥലം. അപ്പൊ ഈ ഒരേ സ്ഥലം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓടി വരാൻ ഒരു പെണ്ണ് എൻ്റെ മോനിക്ക് ഞങ്ങളെ സ്വത്ത് കണ്ട്, ഞങ്ങളെ പുര കണ്ട്, ഞങ്ങളെ കണ്ട് ഓടി വരാൻ ഞങ്ങൾക്ക് നമ്മളീ പറഞ്ഞ സ്വത്തും മുതലും ഒന്നുമില്ല. ഇന്ന് പെൺകുട്ടികളെ കിട്ടാത്ത കാലമാണ്. എൻ്റെ മോൻ അക്കൗണ്ടിങ്ങിന് പഠിക്കുന്ന അക്കൗണ്ടിങ്ങിന് പഠിച്ച് ജോലി കിട്ടിയ മോനാണ്. മനസ്സിലാക്കണം നിങ്ങൾ. എൻ്റെ മങ്കീഷൻ പറയാൻ വരുന്നത് ഇങ്ങോട്ട്. നിങ്ങൾക്ക് പെണ്ണിനെ വേണ്ടേ? പെണ്ണിനെ ഉടനെ ഞാൻ തരാം. ഇങ്ങോട്ടോ പെണ്ണിനെ തരുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കുറച്ച് കേക്ക്. സാബീത്താന്റെ കാര്യങ്ങൾ കുറച്ച് കേട്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. എല്ലാം നിങ്ങൾക്ക് ആൺകുട്ടികളെ പെൺകുട്ടികളെ ഇങ്ങോട്ട് പറ. സാബീത്താക്ക് ഇങ്ങനെ ലൈവ് സംസാരിച്ചിട്ടും വീഡിയോ സംസാരിച്ചിട്ടും പുറത്തുള്ള ആൾക്കാർ സംസാരിച്ചൊക്കെ ശബ്ദത്തിനൊക്കെ ഇത്തിരി മാറ്റങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങ് ക്ഷമിച്ചാണ്. ഞാൻ ക്ഷമിക്കുന്നില്ല, നിങ്ങൾ ക്ഷമിക്കണ്ടേ? അപ്പൊ നിങ്ങൾ കേക്ക്. എൻ്റെ മോൻ ഗൾഫിൽ വരുമ്പോ അള്ളാഹുവേ എൻ്റെ മോന് പെണ്ണ് കെട്ടിക്കണം. എൻ്റെ മോൻ 26-ാമത്തെ വയസ്സാണ്. അള്ളാഹുവേ എൻ്റെ മോനൊരു പെണ്ണ് വേണം എനിക്ക്. ഞങ്ങൾക്ക് സ്വത്തില്ല, മുതലില്ല. എൻ്റെ മോൻ വലിയ സൗന്ദര്യവുമില്ല. മോനിക്കുള്ള സൗന്ദര്യം മോനിക്കുണ്ടേ. മോൻ അങ്ങനെ സൗന്ദര്യം. മോനാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിറം കുറവാണെങ്കിലും നല്ല മുഖവും നല്ല സൗന്ദര്യവും മുടിയും ഒക്കെ എൻ്റെ മോൻ തന്നെയാണ്. അത് വേറെ വിഷയം. ഞാൻ മറ്റുള്ളവരെ കാണുമ്പോൾ കുറേ വെളുത്ത് നല്ല തടി നല്ല അങ്ങനെയൊന്നല്ല. എന്നാലും അള്ളാഹുവേ എൻ്റെ മോനൊരു പെണ്ണ് വേണം. ഞാൻ അള്ളാഹുനോട് ദുആ ചെയ്തു. നിങ്ങൾ കേൾക്കണേ. ഭയങ്കര കഥയും പേരും. കഥയല്ല, നിങ്ങൾക്ക് പെണ്ണ് വേണ്ടേ വേമ്പ. അങ്ങനെ എൻ്റെ മോൻ നാട്ടിൽ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ, ഒരു 6 മാസം മുന്നേയും അതിൻ്റെ മുന്നേ ഞാനിങ്ങനെ നിസ്കാരത്തിൽ എപ്പോഴും പറയുന്നുണ്ട് അള്ളാഹുവിനോട്. അവൻ വരുന്നതിന് ഒരു 6 മാസം മുന്നേ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ എൻ്റെ മോൻ നാട്ടിൽ വരുന്നുണ്ട്, ഒരു പെണ്ണ് വേണേ അല്ലാ. എങ്ങനെ പെണ്ണ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുള്ള പെണ്ണ് നിങ്ങൾക്ക് വേണോ? ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് ഞാൻ തരാം. ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിനോട് എന്തൊക്കെ പറയാ, ഒരു കൂട്ടുകാരോട് എന്തൊക്കെ പറയാ, അതുപോലെ നിങ്ങൾ എൻ്റെ മുത്തായ അള്ളാഹുവിനോട് നിങ്ങൾ പറയണം. അള്ളാഹുവിനോട്. ഇങ്ങോട്ട് വാ മക്കളെ, പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇങ്ങോട്ട് വാ. നിങ്ങൾ പറയണം. സാബീത്താക്ക് അനുഭവത്തിൽ നിങ്ങളോട് പറയുന്നു. ഇങ്ങോട്ട്. അങ്ങനെ ഞാൻ എന്ത് പണിയെടുത്ത്, അള്ളാഹുവേ എൻ്റെ മോൻ വരുന്നുണ്ട്, വന്നാൽ 2 മാസമേ നാട്ടിൽ ലീവുള്ളൂ. ഇത് നിങ്ങളോട് പറഞ്ഞതല്ല ഞാൻ പറയുന്നത്, അള്ളാഹുവിനോട് പറഞ്ഞതാണ് പറഞ്ഞത്. 2 മാസമേ ലീവുള്ളൂ. അള്ളാഹുവേ അത് ലീവ് തീരുവേ നേരത്ത്, ഗൾഫിൽ പോവേ നേരത്ത് ഇനി പെണ്ണ് കാട്ടിത്തരല്ല. എൻ്റെ മോൻ ജീവിക്കണ്ടേ കൂടെ? പോവേ നേരത്ത് പെണ്ണ് കെട്ടിയിട്ട് ഇവിടെ അനക്ക ആളില്ലേറ്റ് കൊണ്ടാക്കി തരുന്നതാ? അല്ലാലോ. എൻ്റെ മോന് ജീവിക്കണ്ടേ? ആ പെൺകുട്ടിക്ക് ജീവിക്കണ്ടേ? കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാന്ന് ചോദിക്കൂല. പിന്നെ ഒരു ചോദിക്കുന്നതല്ല. എനിക്ക് അള്ളാഹുവിനോർത്തിട്ട് ഞാൻ എൻ്റെ 16 വയസ്സിൽ മംഗലം കഴിഞ്ഞ് 7 മാസം മഷ്റൂഖ നാട്ടിൽ നിന്ന് പിന്നെ പോയിട്ട് 3.5 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം 3.5 കൊല്ലം പിന്നെ ഞാനിങ്ങനെ വയസ്സിങ്ങനെ കൂടിക്കൂടി വരാതല്ലാണ്ട് ജീവിതത്തിന്റെ സുഖങ്ങൾ എനിക്ക് അറിഞ്ഞിക്കില്ല. അതുപോലെ ആവരുത് എന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ സ്ഥിതി ഇങ്ങനെയാണുള്ളത്, എൻ്റെ മോനിഞ്ഞൊരു പെണ്ണ് കൊടുക്കണേ അള്ളാഹുവേ. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല, നമ്മളിപ്പോൾ ഒരു അയൽവാസിന്റെ വീട്ടിൽ പോയിട്ട് അറിയിച്ചാ ഒരു 500 ഉറുപ്പ്യ തരുവാ, ഞാൻ നാളെ കേൾക്കാൻ തരുമല്ലോ, ഇപ്പം ഇല്ലേറ്റാ എന്ന് പറഞ്ഞാൽ ഓറുള്ളതും ഇല്ല എന്ന് പറയും. അതിഷ്ടാ ഒരു 500 ഉറുപ്പ്യ തരുങ്ങൾ, നാളെ നിങ്ങൾക്ക് തരുമല്ലോ, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലേറ്റാ, നാളെ എൻ്റെ മോൻ തന്നിട്ടോ. അല്ല, അങ്ങനെ സൗമ്യതയോടുകൂടി പറഞ്ഞാൽ കതീഷ്ട ഇല്ലാത്ത പണവും എടുത്തു തരും. അല്ലേ? തരൂല. അതുപോലെയാണ് അള്ളാഹുവിനോട് നമ്മൾ താഴ്മയോടുകൂടി, താഴ്മയോടുകൂടി കണ്ണീരോടുകൂടി ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ട് കേടില്ല പോരില്ല സൂയില്ലാത്ത കൽബ് കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആൺകുട്ടികൾ ഇങ്ങ് വാ, ഇങ്ങൊക്കെ പെണ്ണ് കിട്ടാണ് നട്ടം തിരിയുന്നത്, ഇങ്ങോട്ട് വാ. അപ്പം ഞാനതെന്ന് അള്ളാഹുവിനോട് പറഞ്ഞതറിയാം. നിങ്ങൾ ആരോടും പറയണ്ട, അള്ളാഹുവിനോട് എപ്പം പറയണം? മഹരിബിന്റെ നേരം. നിങ്ങൾ നിസ്കാരത്തിൽ എപ്പോഴും പറഞ്ഞോളി, സുബഹിക്കായാലും നിസ്കാരത്തിൽ എപ്പോഴും നിങ്ങൾ പറഞ്ഞോളി. അത് കൂടാതെ മഹരിബിന്റെ നേരം എവിടെ വെച്ച് പറയണം, എങ്ങനെ വെച്ച് പറയണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെ ഓത്തും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പടിവാതുക്കൽ, ഏത് പടിവാതുക്കൽ, അത് ചെല്ലുവാനായിട്ട് പോയി നിൽക്കണ്ട, ആരും കാണുകയും ചെയ്യണ്ട. വീട്ടിൽ ഉമ്മയും പെങ്ങന്മാരും കാണുന്നതേ ഇല്ലല്ലോ. നിങ്ങൾ കേൾക്ക്, എന്താണ്? പെണ്ണുങ്ങൾ ഓടി വരും, പല ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ പെണ്ണൊഴുകി വരും നിങ്ങളെ മുന്നിലേക്ക്.
ഞാൻ എൻ്റെ മോൻ ഒഴുകി വന്നതാണ്. എൻ്റെ മോൻ നാട്ടിൽ വന്ന്, ഞാൻ പറഞ്ഞ വിഷയം മാറിപ്പോകുന്നുണ്ട്. എൻ്റെ മോൻ നാട്ടിൽ വന്ന്, ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവേ പോകാൻ നേരത്ത് പെണ്ണ് തരല്ല, എൻ്റെ മോൻ ഒന്നിച്ച് ജീവിക്കണം അള്ളാഹുവേ, അവന് കൂടെ ജീവിക്കണം അള്ളാഹുവേ, നീ എൻ്റെ മോൻ നാട്ടിൽ വന്ന ഉടനെ തന്നെ നിനക്ക് പെണ്ണ് തരണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിച്ച് വാ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മഹരിവിന് ഓത്തും നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സലാത്ത് ചെല്ല. ഒരു 33 സലാത്ത് നിങ്ങൾ ചെല്ലണം. ആദ്യം ഫാത്തിഹ സൂറത്തൊക്കെ ചൊല്ലി ഓതണം. 3 ഫാത്തിഹ ഓതണം, പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതണം. അതൊക്കെ ഓതിക്കഴിഞ്ഞ് പിന്നെ 33 സലാത്ത് ചെല്ലണം. എന്നിട്ടോ 33 സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ വാതിൽക്കൽ കട്ടിലിന്റെ നേരെ വന്ന് നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, അള്ളാഹുവേ എനിക്ക് ഇത് നല്ലൊരു ഭാര്യനെ കിട്ടണേ അല്ലാ. ഞാൻ പ്രാർത്ഥിച്ചത് ഭാര്യ എന്നല്ല, എൻ്റെ മോനിക്ക് ഭാര്യയെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് സമ്പത്തില്ല, മുതലില്ല, കാര്യങ്ങൾ ഇതെല്ലാം കണ്ടിട്ടല്ലേ ചില പെണ്ണുങ്ങൾ ഓടി വരുക. അതിന്റെ അഭിനയം വേറെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വത്തും മുതലും പണവും കണ്ടാ പിന്നെ വേറൊന്നും വേണ്ട. ഉമ്മ ക്രൂരതയാൽ മയക്കില്ല, ഓൻ കഞ്ചാവ് കടിക്കുന്നവനായാൽ മയക്കില്ല, ബീഡി വലിക്കുന്നവനാൽ മയക്കില്ല, കള്ളു കുടിക്കുന്നവൻ മയക്കില്ല. സ്വത്തുണ്ടേ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കും. ഉണ്ട്, നമ്മൾ കണ്ടത്. അപ്പൊ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് സലാത്തും ദിക്റും ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്ത് മാത്രമല്ലേ ഇത് മാത്രമല്ല, ആ കുട്ടികളെ ഇങ്ങോട്ട് വാ, കുറച്ച് പറയണ്ട് നിങ്ങളോട്. ഫാത്തിഹ സൂറത്തും ചൊല്ലുക. എന്നിട്ട് വാതിൽക്കൽ കട്ടിലിന്റെ നേരെ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ ഞാൻ കുറച്ചായി പെണ്ണിനെ നോക്കുന്നു, എനിക്ക് യോജിച്ച പെണ്ണ്. അള്ളാഹുവേ എൻ്റെ ഉമ്മാരുടെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും എന്നോട് സ്നേഹിച്ചു നിന്ന്, അള്ളാഹുവേ ഞങ്ങളെ സാമ്പത്തികത്തിൽ ഒതുങ്ങി നിന്ന്, ഞങ്ങളെ സ്നേഹിച്ചു നിന്ന്, അള്ളാഹുവേ ജീവിതം മുന്നോട്ട് സന്തോഷത്തിൽ നീക്കിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു പെണ്ണിനെ നിനക്ക് തരണേ അല്ലാ. ഒരു പെണ്ണിനെ തരുന്ന മാത്രമല്ല, ഞാൻ അങ്ങനെയാ തേടിയത്. അള്ളാഹുവേ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന പെണ്ണിനെ തരല്ലേ അള്ളാഹുവേ. നിങ്ങൾ കേൾക്കണം, ഞങ്ങൾ പറഞ്ഞു ഒരു ഫ്രണ്ടിനോട് എന്ത് പറയുന്നത് അതുപോലെ അള്ളാഹുവിനോട് പറയണം. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്ന പെണ്ണിനെ തരല്ലേ അള്ളാഹുവേ. ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ കളി, ചിരി, തമാശ, കോമഡി, നല്ല നല്ല സന്തോഷത്തിൽ പോകുന്ന ജീവിതമാണ് ഞങ്ങളെ പിന്നെ ഫാമിലിയാണ്. ആ തകർക്കാനുള്ള പെണ്ണിനെ തരല്ലേ അല്ലാ. ഞങ്ങളോട് കളിയും ചിരിയും തമാശയും കളിച്ച് കൂട്ടുന്നേ, ഞങ്ങളോട് യോജിക്കുന്നേ, അള്ളാഹുവേ നിന്നെ പേടിയുള്ള, അള്ളാഹുവേ എന്നെ സ്നേഹിക്കുന്നേ, എൻ്റെ മോനെ സ്നേഹിക്കുന്നേ, എന്നെ ബഹുമാനിക്കുന്നേ ഒരു പെണ്ണിനെ നിനക്ക് തരണേ അള്ളാഹുവേ എന്ന്. ഇതൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോട് പറഞ്ഞത് എങ്ങനെ? വാതിൽക്കൽ കട്ടിലിന്റെ നേരെ നിന്നിട്ട് നിസ്കാരത്തിൽ നിങ്ങൾ പറയണം. അത് കൂടാതെ വാതിൽക്കൽ കട്ടിലിന്റെ നേരെ നിന്നിട്ട് ഇത് കഴിഞ്ഞില്ല, സലാത്ത് കഴിഞ്ഞില്ല, ഇനി എന്ത് വേണം? അള്ളാഹു ഉടനെ തന്നെ തരുന്നതാണ്. എൻ്റെ മാപ്പിളിന്റെ പാസ് ഗൾഫിൽ സീപോർട്ടിലാണ് ജോലി. അവിടെ വിസ കഴിഞ്ഞ പാട് അവിടെ അതിനുള്ളിൽ കയറുന്ന പാസ് കഴിഞ്ഞ് 2 കൊല്ലായി. അടിച്ചു കിട്ടാൻ വേണ്ടി അവര് അത്ഭുതകരമായി അടിച്ചു കിട്ടിയ ദിക്റാടെ. ഞാൻ പറഞ്ഞു ഷറൂക്ക വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. നിങ്ങൾ ചെല്ലിക്കോ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നിങ്ങൾ ആ ഓഫീസിന്റെ മുന്നിൽ കുത്തിരിഞ്ഞ് നിങ്ങൾ ചെല്ലുക. ചെല്ലി മക്കളെ അത്ഭുതമെന്ന് പറയേനേ ഉള്ളൂ. ആ 2 കൊല്ലം അടിക്കാത്ത പാസിന്റെ അവരെഴുതി വെച്ച ബുക്ക് ആ പെണ്ണാണ്, അവിടുത്തെ സ്ഥാപനത്തിൽ പെണ്ണാണ്, ആ ഓഫീസിൽ അവളിങ്ങനെ മറച്ചിട്ട് ആ ഡേറ്റ് ഷറൂഖാന്റെ പേരും നമ്പറും ഒക്കെയുള്ള ഇത് മറിച്ച് കഴിഞ്ഞ് പുതിയ പേജിൽ അവർക്ക് പാസ് അടിച്ചു കൊടുക്കാൻ എല്ലാം എഴുതി കൊടുത്ത്. യാ ഹയ്യു യാ ഖയ്യൂം ഷറൂഖ വന്നെന്നെ കെട്ടിപ്പിടിക്കുന്ന എൻ്റെ സാബിത, അല്ല എൻ്റെ സാബിറ, നിങ്ങളുടെ സാബിത്താണ് സാബിത്തേ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം 33 പ്രാവശ്യം ഉറച്ചല്ലുള്ളൂ. നമുക്ക് ചെല്ലി നാക്കിൽ പിന്നെ 2 പോലെ ആയില്ല. വാതുക്ക കട്ടിന്റെ നേരെ വെച്ച് ഓരോ ദിക്റല്ല 33 പ്രാവശ്യം ഓരോന്ന് ചെല്ലുമ്പോഴും വാതുക്ക കട്ടിന്റെ നേരെ അള്ളാഹുവേ എൻ്റെ മോനെ ഉമ്മാറെ ചെല്ലിക്കോ മക്കൾക്ക് വേണ്ടി. ഞാൻ ചെല്ലിയതാണ്. ആ മക്കൾക്ക് നേരം ഉണ്ടാകൂല കേട്ടോ. ഇത് ഞാൻ നിങ്ങളോടാ പറയുന്നത്. മക്കളെ നിങ്ങളും ചെല്ലണം. മക്കളെ എൻ്റെ മോനിക്ക് നല്ലൊരു പെണ്ണ് തരണേ അല്ലാ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, ഭർത്താവിൻ്റെ ഉമ്മാരുടെ പറയുന്നത്, ഭർത്താവിൻ്റെ ഉമ്മാനെ സ്നേഹിക്കും ബഹുമാനിക്കും ഒക്കെ വേണം. ചില പെൺകുട്ടികൾ എത്ര നോക്കിയാലും തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. ഓരോ ഉമ്മാറെ മാത്രം കുറ്റം മറ്റും കാര്യമില്ല. അപ്പൊ എന്നെ ബഹുമാനിക്കുന്ന, എൻ്റെ മോനെ സ്നേഹിക്കുന്ന, എൻ്റെ മോന് മരണം വരെ എത്തുന്ന ഒരു പെൺകുട്ടി ഇനി തരണേ അല്ലാന്ന് എന്ത് യാ ഹയ്യു യാ ഖയ്യൂം. പിന്നെ 33 പ്രാവശ്യം ഞാൻ ഷോർട്ടാക്കി പറയുന്നത്. പിന്നെ നിങ്ങൾ ചെല്ലേണ്ടത് യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ. നിങ്ങളെ സ്നേഹിച്ച് പല ഭാഗങ്ങളിൽ നിന്നും ഓടി വരും. യാ വദൂദിന്റെ അർത്ഥം എന്താണെന്ന് അറിയുക. സ്നേഹിക്കുന്നവനെ, സ്നേഹിക്കപ്പെടുന്നവനെ എന്നൊക്കെയാണ്.
മനസ്സിലായോ? അപ്പം സ്നേഹം, നിങ്ങളെ മോനോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും പെൺകുട്ടികൾ നിങ്ങളെ മുന്നിലേക്ക് ഒഴുകി വരും. പെൺകുട്ടികൾ നിങ്ങൾ ഓടി നിങ്ങളാണ് വരുന്നത് നല്ല പറയുന്നത്. സംബന്ധം ആലോചന പല ഭാഗങ്ങളിൽ നിന്നും. പിന്നെ നിങ്ങൾ പോകുന്നിടത്തു നിന്ന് പറയുകയും ചെയ്യണം, വാഴി കൊണ്ട് എൻ്റെ മോനിക്കൊരു പെണ്ണ് വേണേനോന്ന് പറയുകയും ചെയ്താൽ മതി. പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്നതാണ്. മനസ്സിലാകുന്നുണ്ടാ? അങ്ങനെ യാ വദൂദി യാ അല്ലാ, യാ വദൂദി യാ അല്ലാ, യാ വദൂദി 33 പ്രാവശ്യം ചൊല്ലിയിട്ട് അതും അല്ലാഹുവിനോട് പറയുക. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ, നിങ്ങൾക്കറിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലുക മക്കളെ. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഓടിവരേ ഇങ്ങോട്ട് വാ. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക. ഫർദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ അല്ലാഹുവിനോട് പറയുക. മനസ്സിലായ നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾ പിറ്റേന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യുകയും പിറ്റേന്ന് തന്നെ പ്രശ്നവും ഗുൽമാലും ആത്മഹത്യം ചെയ്യുന്നത് എന്തുകൊണ്ടാന്നാ? നിങ്ങൾക്ക് യോജിച്ച പെൺകുട്ടി അല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളെ കുടുംബത്തിന് പറ്റിയ പെൺകുട്ടി അല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവിനോട് പറഞ്ഞു വാങ്ങിയിട്ടില്ലാലോ, അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ടില്ലാലോ. നിങ്ങൾക്ക് അർഹതപ്പെട്ട് നിങ്ങൾക്ക് യോജിച്ചത് അല്ലാഹുവിനോട് ചോദിച്ച് നിങ്ങൾ വാങ്ങണേ. മനസ്സിലാകുന്നുണ്ടാ? അങ്ങനെ നിങ്ങൾ ഈ ദിക്റുകളൊക്കെ അതൊക്കെ കട്ടിന്റെ നേരെ നിന്നിട്ട് നിങ്ങൾ പിന്നെ യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ, മനസ്സിലാകണ? പിന്നെ യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ, ഇതെല്ലാം 33 പ്രാവശ്യങ്ങൾ കട്ടിന്റെ നിങ്ങൾ ചെല്ലും. കട്ടിന്റെ നേരെ നിന്ന് ചെല്ലണ്ട, നിങ്ങൾ ചെല്ലിയതിന്റെ ശേഷം ബാദുക്ക കട്ടിലിന്റെ നേരെ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. തരും. ഞാൻ പറഞ്ഞില്ലേ, 4ന്റെ അന്ന് എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്ന് 4ാമത്തെ ദിവസം എൻ്റെ മോൻ പയ്യോളി കീയർ എന്ന് പറയുന്ന സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയതാണ്. മുട്ടായി ഒക്കെ പെൺകുട്ടീനെ കണ്ട് എൻ്റെ മോനാക്കാട്ടം ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ കുടുംബക്കാർക്കും എന്നെയാണ്. കളിയല്ല, തമാശല്ല, ഇത് സുയിപ്പല്ല, സത്യമായ സാബിത്ത പറയുള്ളൂ. അങ്ങനെയൊക്കെ 4ാമത്തെ ദിവസം ഇതൊക്കെ ഇങ്ങോട്ടാ ഇതൊക്കെ ഞാൻ ചൊല്ലി ഞാൻ നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത്, സുന്നത്ത് നിസ്കാരത്തിൽ, ഫർദ് നിസ്കാരത്തിൽ നിങ്ങൾ ദുആ ചെയ്യണേ, അത് വേറെ. ഇതിനായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഒരു യതീമായ മോയെ ഉമ്മയില്ലാത്ത കാരണം കൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല, ഒരുപാട് വന്ന് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ്. ഞാൻ എങ്ങനെ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞ് സബീറ എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടോ? ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ചെല്ലിക്കോ, ഇങ്ങനെ ഓദിക്കോ, 2 റക്അത്ത് സുന്നത്ത് നിങ്ങൾ നിസ്കരിച്ചോ. അത് ചെല്ലി 2 ആഴ്ച കൂടുമ്പം തന്നെ എനിക്ക് ഫോൺ കോൾ വന്ന് സബീറ കാനോത്താണ്, നമ്മൾ ആരും ക്ഷണിക്കുന്നില്ല, സമ്മതം വേണേ എന്നും പറഞ്ഞാണ് വിളിക്കുന്നല്ല. മനസ്സിലായോ? കല്യാണത്തിന് ഞങ്ങളെല്ലാം പോയിക്ക്, അത് വേറെ വിഷയം. ഓക്കെ, എല്ലാവരെയും വിളിക്കുമല്ല, എന്നെ വിളിക്കും, എല്ലാ കുടുംബക്കാരെയും വിളിക്കണ്ടേ, അങ്ങനെ വിളിക്കുന്നില്ല. അതാണ്. അല്ലാണ്ട് എന്നെ നിങ്ങൾ ഇതെല്ലാം ഇനി കാണിച്ചറിഞ്ഞ് ഒഴിവാക്കിയതൊന്നും പറയണ്ട. ഒരുപാട് ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ആ കുടുംബത്തിനെ വിളിക്കേണ്ടി വരില്ല. അങ്ങനെ ഒരുപാടാക്ക് മക്കളെ. എൻ്റെ മോനിക്കും അങ്ങനെ 4ന്റെ അന്ന് എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്ന് 4ാമത്തെ ദിവസം ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി. പരസ്പരം ഇഷ്ടപ്പെട്ട്, സ്വത്തില്ല മുതലില്ല, എൻ്റെ മോൻ ഒരുപാട് സൗന്ദര്യമുള്ള ആളുമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു മൊഞ്ചത്തി മോളെ ഞാൻ കണ്ട. എൻ്റെ മോന് കണക്കായി മെലിഞ്ഞ് വെളുത്ത് നല്ലൊരു മോളും നല്ലൊരു കുടുംബവും നല്ലൊരു വീടും. ഞങ്ങളെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ മിഠായി വരെ കടയിൽ ഏൽപ്പിച്ച് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ ഇനി പൈസ അവിടെ കൊടുക്കണ്ട, മിഠായി ഏൽപ്പിച്ചാൽ മതി എന്ന്. പോകാൻ നേരത്ത് എടുക്കുക, ഇവിടെ കുട്ടികളുള്ളത് കൊണ്ട് പറിച്ച് ചാടിക്കളയുന്നതിന് പോകാൻ നേരത്ത് എടുക്കാന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് പിന്നെ എൻ്റെ മോൻ പിന്നെ സ്നേഹിച്ച പെണ്ണിനെ കൊല്ലത്തുണ്ട് ഉമ്മ എനിക്ക് പെണ്ണ് കണ്ടെന്ന് ഓളറിഞ്ഞപ്പോൾ യവൻ പറയല്ലോ, നമ്മളെ പറ്റി നമ്മളെ മക്കള് യവൻ പറഞ്ഞല്ലോ ഇങ്ങനെ പെണ്ണ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നല്ല, പിന്നെ ചാറ്റ് ചെയ്തിട്ടാണല്ലോ. അക്കതല്ല എൻ്റെ പാത്തു നിങ്ങളോട് വന്ന് പറയും. ഓക്കെ, എൻ്റെ ഇളയ മരുമോൾ നിങ്ങളോട് വന്ന് പറയും. അങ്ങനെ എന്ത് പറയാനാ? അങ്ങനെ ഞാൻ എൻ്റെ മോൻ പറയുമ്പോ ഓള് കുത്തിരിഞ്ഞ് കരയുന്നുണ്ട്, ഭക്ഷണമില്ല വസ്ത്രമില്ല എന്ന് പറഞ്ഞ് എന്നോട്ട് കരയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ ഒന്നും നോക്കണ്ട, മുട്ടായിന്റെ കേസ് പോട്ടെ മോനെ പോട്ടെ. എൻ്റെ മോൻ സ്നേഹിച്ച പെണ്ണല്ലേ എൻ്റെ മോൻ ഇഷ്ടം, എൻ്റെ മോൻ സ്നേഹിച്ച പെണ്ണിനെയാണ് എനിക്കിഷ്ടം, എൻ്റെ മോന്റെ സ്നേഹമാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ മോന്റെ സ്നേഹമാണ് എനിക്കിഷ്ടം. കണ്ണ് നിറയുന്നട്ടാ, തമാശ അല്ലട്ടാ. എൻ്റെ മോന്റെ സ്നേഹമാണ് എനിക്കിഷ്ടം. ഒന്നും നോക്കിയില്ല, പണം നോബാവളയല്ലേ, പണം നമ്മളടുത്ത് ഉണ്ടായിട്ടല്ല, പിന്നെ എന്ത് നോക്കാനാ? അങ്ങനെ 4ന്റെ അന്ന് ഏതോ രീതിയിലായിക്കോട്ടെ, 4ന്റെ അന്ന് എൻ്റെ മോന് പെണ്ണ് കിട്ടാൻ കാരണം എന്താണ്? എൻ്റെ കൂടെ കളിക്കുന്നേ, എൻ്റെ കൂടെ ചിരിക്കുന്നേ, എന്നെ സ്നേഹിക്കുന്നേ, എന്നെ ബഹുമാനിക്കുന്നേ, ഇരുന്നിടത്ത് വെള്ളം കൊണ്ടത്തരുന്നേ മരുമക്കളെ കിട്ടിയത് എന്തുകൊണ്ടാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, എൻ്റെ ദിക്റിന്റെ പോരിശ, എൻ്റെ അല്ലാഹുവിനോടുള്ള തേട്ടം കൊണ്ടുള്ള പോരിശ കൊണ്ടാണ്. ആൺകുട്ടികളെ വരൂ, നിങ്ങള് പെൺകുട്ടികളെ ഇങ്ങക്ക് കഞ്ചാവില്ല കള്ളില്ല, നല്ല ആൺകുട്ടികളെ
കിട്ടണ്ടേ ഇങ്ങക്ക്? ചെല്ലു മക്കളെ, നിങ്ങൾ സാബീത്ത പറഞ്ഞതുപോലെ നിങ്ങൾ ചെല്ലണം കേട്ടോ. അള്ളാഹു ഇങ്ങക്ക് തരും. പെൺകുട്ടികളെ, നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചോ, ഫർദ് നിസ്കാരം കഴിഞ്ഞ അവിടെ ഫർദിലും അള്ളാഹുവിനോട് തേടണം. എന്നിട്ട് നിങ്ങൾ എന്ത് വേണം? അതിന് പ്രത്യേകമായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങക്ക് എങ്ങനത്തെ പിയാപ്പിളിനെയാണോ വേണ്ടത് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആൺകുട്ടികളെ, ഇങ്ങക്ക് എങ്ങനത്തെ പെൺകുട്ടികളെയാണ് വേണ്ടത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഉടനെ തന്നെ 1.5 മാസം കൊണ്ട് ഇങ്ങക്ക് കിട്ടും. തീർച്ചയാണ്. ഈ പറഞ്ഞ സലാത്തും ദിക്റുകളും ഒക്കെ നിങ്ങൾ പതുക്കെ കട്ടിലിന്റെ നേരെ നിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഹൃദയം നൊന്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങക്ക് എങ്ങനത്തതാണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തുന്നത് കൂടുതലെല്ലാം വന്ന് പറയുന്നില്ല. അതുകൊണ്ട് എനിക്കും കിട്ടിക്ക്, ഞാൻ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ കിട്ടിക്ക്. അല്ലാണ്ട് നമ്മളിപ്പം പെണ്ണിനെ നോക്കി നടന്നാലൊന്നും ഞമ്മക്ക് കിട്ടൂല. അള്ളാഹു ചോദിക്കൂലേ? എന്നോട് പറഞ്ഞോ, നീ എന്നോട് ചോദിച്ചോ. നീ ഒരു കുടുംബത്തിലൊരു മംഗലം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂല, നിങ്ങൾ എന്നോട് മംഗലം പറഞ്ഞിക്ക, നിങ്ങൾ എന്നോട് എന്നെ സ്വീകരിച്ചിക്കോ, എന്നെ ക്ഷണിച്ചിക്കോ, എന്നെ മൈൻഡ് ചെയ്തിക്കോ എന്ന് നിങ്ങളോട് നിങ്ങളെ കുടുംബക്കാരും ജനങ്ങളും നിങ്ങൾ ചോദിക്കൂലേ? നിങ്ങൾ അങ്ങോട്ട് അതുപോലെ അള്ളാഹു ചോദിക്കൂലേ? എന്നോട് ചോദിച്ചോ, എന്നോട് പറഞ്ഞോ എന്ന് അള്ളാഹു ചോദിക്കൂലേ? അന്നേരം നിങ്ങൾ എന്ത് മറുപടി പറയും? ചെല്ലിക്കോ മക്കളെ, ചെല്ലിക്കോ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ പതിച്ചു വെച്ചോ നിങ്ങള്. ഓക്കെ മക്കളെ, ഓക്കെ. ഇതല്ല എന്റെ അനുഭവം തന്നെ. ഇത് വ്യൂസിന് വേണ്ടിയോ അല്ല, എന്റെ അനുഭവം. ഇത് വേറെ ആളെ അനുഭവങ്ങളല്ല, വേറെ യൂട്യൂബർ പറഞ്ഞതല്ല. നിങ്ങൾ മനസ്സിലാക്കണേ പൊന്നുമക്കളെ. ഈ സാബീത്താന്റെ അനുഭവങ്ങൾ അതേപോലെ നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ മക്കളെ, കേട്ടോ. ചെല്ലിക്കോളെ ഇത്. ഓക്കെ.